ഹലോ മക്കളെ, വിഷ്ണുമായ ടീച്ചറാണ്. മലയാളം ഫസ്റ്റ് നമ്മൾ അടിപൊളിയായി ഉഷാറായി നമ്മൾ പരീക്ഷ എഴുതി. ഇനി വരാനിരിക്കുന്നത് മലയാളം സെക്കൻഡാണ്. അതേപോലെ നമുക്ക് എന്ത് ചെയ്യണം? മലയാള സെക്കൻഡും ഉഷാറായിട്ട് നമുക്ക് പരീക്ഷ എഴുതണം. അപ്പോൾ നമ്മുടെ കമൻറ്റ് ബോക്സുകളിൽ വന്നിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ, കോമൺ ആയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അപ്പോൾ അവയ്ക്കൊക്കെ ഉത്തരം തരാനാണ് ടീച്ചർ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ ചോദ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഈ ചോദ്യം കണ്ടില്ലേ? നമുക്ക് കോമൺ ആയിട്ട് എല്ലാ ആളുകൾക്കും എത്ര പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു സംശയമാണ്, എങ്ങനെയാണ് ഉപന്യാസം എഴുതേണ്ടത് എന്നുള്ളൊരു സംശയം അല്ലേ. അപ്പോൾ നമുക്ക് 6 മാർക്കിന് നമുക്ക് പരീക്ഷയിൽ ചോദിക്കുന്ന, നിർബന്ധമായിട്ടും ഉറപ്പായിട്ടും നമുക്ക് ചോദ്യം വരുന്നതാണ് ഉപന്യാസം അല്ലേ. പൊതുവായിട്ടുള്ള ഏതെങ്കിലും വിഷയത്തെ കേന്ദ്രീകരിച്ചാണ് നമുക്ക് ഉപന്യാസം എഴുതാൻ ചോദിക്കുക. അപ്പോൾ എന്താണ് ഉപന്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനി നിങ്ങൾ തെറ്റിക്കരുത് കേട്ടോ. ഉപന്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൗരവപൂർണ്ണമായിട്ടുള്ള ഒരു ലേഖനമാണ് ഉപന്യാസം എന്ന് പറയുന്നത്. നമ്മളുടെ പുതിയ കാലഘട്ടത്തിലുള്ള സമകാലികമായിട്ടുള്ള ചുറ്റുപാടിലുള്ള ഏതെങ്കിലും ഒരു വിഷയത്തെ ആസ്പദമാക്കിയാണ് ഉപന്യാസത്തിൻ്റെ വിഷയങ്ങൾ തരിക. പലപ്പോഴും അത് പാഠഭാഗവുമായിട്ട് കണക്ട് ചെയ്തിട്ടായിരിക്കും നമുക്ക് ഉണ്ടാവുക. അപ്പോൾ എന്തൊക്കെയാണ് ഉപന്യാസങ്ങൾ എഴുതാനുള്ള ഘടകങ്ങൾ എന്ന് നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും 3 ഘടകങ്ങളിലൂടെയാണ് നമ്മൾ ഉപന്യാസം, 3 ഭാഗങ്ങളായിട്ടാണ് ഉപന്യാസം തിരിക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ നോക്കുക എന്താണ്? ആമുഖമാണ് അല്ലേ. അപ്പോൾ ഏതൊരു വിഷയമാണെങ്കിലും അതിനൊരു ഇൻട്രൊഡക്ഷൻ, ആമുഖം നമ്മൾ എഴുതണം. എന്താണോ വിഷയം അതിനെ പരിചയപ്പെടുത്തുകയാണ് ആമുഖത്തിലൂടെ നമ്മൾ ചെയ്യുന്നത്. രണ്ടാമത് പ്രതിപാദ്യ വിഷയമാണ്, അതായത് വിഷയ വിശകലനം, ബോഡി ഓഫ് ഇൻഫോർമേഷൻ എന്ന് പറയും അല്ലേ. അതായത് നമ്മൾ പാരഗ്രാഫുകൾ തിരിച്ച്, ഖണ്ഡികകൾ തിരിച്ച്, കവിവാക്യങ്ങളും കോട്സുകളും നമുക്ക് വേണ്ട അല്ലേ, അതുമായി ബന്ധപ്പെടുന്ന വിഷയവുമായി ബന്ധമുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്നതാണ് ബോഡി ഓഫ് ഇൻഫോർമേഷൻ അല്ലെങ്കിൽ പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ തീർച്ചയായിട്ടും നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം പാരഗ്രാഫുകൾ തിരിച്ച്, ഖണ്ഡികകൾ തിരിച്ച് നമ്മളുടെ വിഷയവുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളെ ചേർത്ത് എഴുതുക എന്നുള്ളതാണ്. മൂന്നാമത്തെ ഭാഗമായി വരുന്ന എന്താടാ? ഉപസംഹാരം അല്ലെങ്കിൽ കൺക്ലൂഷൻ എന്ന് പറയുന്ന അവസാനത്തെ പാരഗ്രാഫാണ്. അവസാനത്തെ പാരഗ്രാഫ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പ്രാധാന്യം അതിന് കൊടുക്കണം. നമ്മൾക്ക് ആ വിഷയത്തിലുള്ള നമ്മളുടെ അഭിപ്രായം, സ്വാഭിപ്രായം ഒക്കെ നമ്മൾ എഴുതേണ്ടത് ഈ കൺക്ലൂഷനിലാണ്. അതേപോലെ അത് മറ്റുള്ളവർക്ക് വായിക്കുമ്പോൾ പ്രചോദനമാവുന്ന രീതിയിൽ, വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ആ വിഷയത്തെ നിർത്തേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉപന്യാസം എഴുതുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം. ഇനി മുഖപ്രസംഗമാണ്. എന്താണ് മുഖപ്രസംഗം? പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിച്ച് എഴുതുന്ന ഒരു ചോദ്യം കൂടിയാണ് മുഖപ്രസംഗം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ പ്രസംഗം എന്നുള്ള വാക്കാണ് നമ്മളെ കൺഫ്യൂഷനിൽ കൊണ്ടുപോയി എത്തിക്കുന്നത്. അപ്പോൾ മുഖപ്രസംഗം പ്രസംഗമാണ് എന്ന് തെറ്റിദ്ധരിച്ച് മാന്യരെ, പ്രിയപ്പെട്ടവരെ എന്നൊക്കെ വെച്ച് നമ്മൾ മുഖപ്രസംഗം തുടങ്ങാറുണ്ട്. യഥാർത്ഥത്തിൽ മുഖപ്രസംഗം എന്ന് പറഞ്ഞാൽ എന്താടാ? മുഖപ്രസംഗം എന്ന് പറഞ്ഞാൽ എഡിറ്റോറിയലിനെയാണ് നമ്മൾ മുഖപ്രസംഗം എന്ന് പറയുന്നത്. അതായത് ഒരു മാഗസിൻ്റെയോ അല്ലെങ്കിൽ ഒരു ആഴ്ചപ്പതിപ്പിൻ്റെയോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഏതെങ്കിലും മാധ്യമത്തിൻ്റെ മെയിൻ എഡിറ്റോറിയൽ സ്റ്റാഫായിട്ടുള്ള ആൾ, മെയിൻ പത്രാധിപർ തയ്യാറാക്കുന്ന ലേഖനത്തെയാണ്, ഗൗരവപൂർവമായ പ്രധാനപ്പെട്ട ഒരു ലേഖനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എഡിറ്റോറിയൽ അഥവാ മുഖപ്രസംഗം എന്ന് പറയുന്നത് കേട്ടോ. ഇനി അത് തെറ്റിക്കാൻ പാടില്ലേ. മുഖപ്രസംഗവും പ്രസംഗവും എന്താണ്? രണ്ടാണ്. മുഖപ്രസംഗം എന്ന് പറയുന്നത് എഡിറ്റോറിയലാണ്. അതങ്ങനെ തന്നെ മക്കൾ കരുതി വെക്കണം. ഇനി എന്താണ് മുഖപ്രസംഗം എന്ന് പറയുമ്പോൾ? ടീച്ചർ പറഞ്ഞതുപോലെ പ്രധാനപ്പെട്ട അല്ലെ ഒരു പത്രത്തിൽ വരുന്ന പത്രാധിപർ, മെയിൻ എഡിറ്റോറിയൽ സ്റ്റാഫ് തയ്യാറാക്കുന്ന ഒരു പത്രത്തിൻ്റെ കാഴ്ചപ്പാടാണ് എഡിറ്റോറിയൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മുഖപ്രസംഗം എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെ ഘടകങ്ങളാണ് മുഖപ്രസംഗത്തിന് ഉണ്ടാവേണ്ടത്? തീർച്ചയായും വിഷയവുമായി ബന്ധപ്പെടുന്ന ഒരു തലക്കെട്ട് ഉണ്ടാവണം. തലക്കെട്ട് എഴുതുന്ന സമയത്ത് നമ്മളങ്ങ് ഭയങ്കര ദീർഘമായിട്ടുള്ള തലക്കെട്ടൊന്നും എഴുതാൻ പാടില്ല. നമ്മുടെ വിഷയം അല്ലേ, പത്രവാർത്തകളുടെ തലക്കെട്ട് കൊടുക്കുക എങ്ങനെയാണ്? വളരെ ചുരുങ്ങിയതാണ് അല്ലേ. ഏറ്റവും പ്രധാനമുള്ള ആശയത്തെ കാണിക്കുന്ന ചുരുങ്ങിയ തലക്കെട്ടുകളാണ് കൊടുക്കേണ്ടത്. അതേപോലെ ആമുഖം ഉണ്ടായിരിക്കണം. ഈ ഒരു വിഷയത്തിൽ എന്താണ്? ഗൗരവപൂർണ്ണമായിട്ടുള്ള അല്ലേ, ശക്തമായ ഭാഷയിൽ എന്നാൽ ലളിതമായ രീതിയിൽ ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മൾ എഴുതേണ്ടത്. അതേപോലെ നമ്മളുടെ ചുറ്റുപാടുകളിൽ സമകാലികമായിട്ടുള്ള പ്രസക്തിയുള്ള ഏതെങ്കിലും ഒരു വിഷയത്തെ ആസ്പദമാക്കിയിട്ടാണ് പലപ്പോഴും എന്ത് ചെയ്യുക? മുഖപ്രസംഗം എഴുതാൻ ചോദിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം മക്കളെ? ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആസ്വാദനക്കുറിപ്പ് എങ്ങനെ എഴുതാൻ നോക്കിയാലോ. ആസ്വാദനക്കുറിപ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മളിപ്പോൾ നല്ലൊരു മഴ പെയ്യുമ്പോൾ, ഒരു നല്ല സിനിമ കാണുമ്പോൾ, ഒരു നല്ല പാട്ട് കേൾക്കുമ്പോൾ നമ്മളതൊക്കെ ആസ്വദിക്കാറുണ്ട്. അതേപോലെ നമുക്ക് സാഹിത്യത്തെയും ആസ്വദിക്കാൻ പറ്റും. എങ്ങനെയാണ് ഇപ്പോൾ സാഹിത്യത്തെ ആസ്വദിക്കുക എന്നാണോ? സാഹിത്യത്തെ ആസ്വദിക്കുമ്പോൾ നമ്മൾ എഴുതിയിരിക്കുന്ന അല്ലെങ്കിൽ ഏതാണോ നമ്മൾ വായിക്കുന്ന കൃതി, അവയെ നമ്മൾ സ്വന്തം അല്ലേ, നമുക്കുണ്ടാവുന്ന വായന അനുഭൂതിയെ സ്വതന്ത്രമായി ആവിഷ്കരിക്കുന്നതിനെയാണ് നമ്മൾ ആസ്വാദനക്കുറിപ്പ് എന്ന് പറയുന്നത്. നമ്മൾ വായിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു കൃതിയെ നമ്മൾ സ്വതന്ത്രമായി
ഭാഗമായിട്ട് ആവിഷ്കരിക്കുകയാണ് അല്ലേ. അപ്പോൾ ആ ഒരു ചോദ്യം വരുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ആശയമാണ്. എന്താണോ ആസ്വാദനക്കുറിപ്പായിട്ട് തന്നിരിക്കുന്നത് അത് വായിച്ച്, പലപ്പോഴും നമുക്ക് അറിയാത്ത പുതിയ കവിതകളോ പുതിയ ഏതെങ്കിലും ഭാഗങ്ങളോ കൃതിയുടെ ഭാഗമോ ഒക്കെയാണ് ആസ്വാദനക്കുറിപ്പ് എഴുതാൻ ചോദിക്കുക അല്ലേ. ആ സമയത്ത് നമ്മൾ 1-2 തവണ എന്ത് ചെയ്യണം? അത് വായിച്ചു നോക്കണം. സമയപരിമിതിക്കുള്ളിലാണെങ്കിൽ നമുക്ക് അത്രയും സമയമുള്ളൂ അല്ലേ പരീക്ഷ എഴുതാൻ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ 1-2 തവണ എന്ത് ചെയ്യുക? അത് വായിച്ചുറപ്പിച്ച് അതിൻ്റെ ആശയം വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ആസ്വാദനക്കുറിപ്പിൽ ആശയം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതേപോലെ പ്രയോഗ ഭംഗി, പദങ്ങൾ തമ്മിലുള്ള ചേർച്ച, കാവ്യപരമായിട്ടുള്ള സവിശേഷതകൾ, കവിയെക്കുറിച്ച് എഴുതണം, കൃതിയെക്കുറിച്ച് എഴുതണം. ഇതാരാണ് എഴുതിയത്, ഏത് കവിതയിൽ നിന്നുമാണ് അല്ലെങ്കിൽ ഏത് കൃതിയിൽ നിന്നുമാണെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നമ്മൾ അടയാളപ്പെടുത്തണം. പിന്നെ നമ്മളുടെ നിരീക്ഷണം, നമുക്കത് വായിച്ചിട്ട് നമുക്കുണ്ടായ അനുഭവങ്ങൾ, വായനാനുഭൂതികളൊക്കെ നമ്മൾ എഴുതണം. നല്ല ഭാഷയിൽ, സൗന്ദര്യാത്മകമായിട്ടുള്ള ലളിതമായിട്ടുള്ള മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഭാഷയിലാണ് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കേണ്ടത്. നമുക്കൊരു രസകരമായിട്ടുള്ള അല്ലെ ഭംഗിയുള്ളൊരു തലക്കെട്ടൊക്കെ നമുക്ക് കൊടുക്കാം കേട്ടോ. നമ്മളുടെ നിരീക്ഷണം എന്താണെന്നുള്ളത് അതിന് വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ ചോദ്യങ്ങളിലെല്ലാം, ഇപ്പോൾ ആസ്വാദനക്കുറിപ്പാണെങ്കിലും ഉപന്യാസമാണെങ്കിലും മുഖപ്രസംഗമാണെങ്കിലും ഇതിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പാഠഭാഗവുമായിട്ട് കണക്ട് ചെയ്യുന്ന ചോദ്യങ്ങളാണെങ്കിൽ, പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണെങ്കിൽ പാഠഭാഗത്തിൽ നിന്നുള്ള പോയിന്റുകൾ പ്രധാനമായിട്ടും എന്ത് ചെയ്യണം? നമ്മൾ അതിൽ ഉൾപ്പെടുത്തണം. അതേപോലെ തന്നെ ഈ മൂന്നിലും എന്താണ്? അഭിപ്രായം അല്ലെങ്കിൽ നമ്മളുടെ അഭിപ്രായം എന്താണ് എഴുതുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മക്കൾ ശ്രദ്ധിക്കണം. ഇനി നമ്മളുടെ മലയാളം സെക്കൻഡിൽ എന്താണ്? ഈ തെറ്റുകളൊന്നും വരുത്താതെ ഏറ്റവും കോൺഫിഡൻസ് ആയിട്ട് ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റുന്ന തരത്തിലേക്ക് ഈ ചോദ്യ മാതൃകകളൊക്കെ മക്കൾ എഴുതണം. അപ്പോൾ മക്കൾക്ക് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.